എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എ പ്ലസ് വിന്നേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിന്റെ 9ാമത്തെ അധ്യായത്തിലെ ഒരു ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും ഈ ടോപ്പിക്കിൽ വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എ പ്ലസ് വിന്നേഴ്സ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ എളുപ്പത്തിൽ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണ്? Investment decision എന്ന് പറഞ്ഞാൽ decisions related to the selection of assets in which funds will be invested by a firm. ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം? The investment decision relate to how the firm should fund or investment different assets. ഏതൊക്കെ രീതിയിലുള്ള അസറ്റ്സിൽ എത്ര രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യണം? Investment decision should be taken over only after considering volume of requirement. എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. റിസ്ക് ആൻഡ് റിട്ടേൺ ഇൻവോൾവ് വിത്ത് ഓൾ ദീസ്. അതുകൊണ്ട് തന്നെ റിസ്ക്കും റിട്ടേണും അതിനകത്ത് പരിഗണിക്കും. ഇത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റിസ്ക്കും റിട്ടേണും ആശ്രയിച്ചാണ് ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കും. ഫോർ ദിസ് പർപ്പസ് ഫിനാൻഷ്യൽ അനലൈസ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഏതൊക്കെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് മനസ്സിലാക്കും. ആൻഡ് ഇവാലുവേറ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിസ്ക് ഇൻവോൾവ് വിത്തിൻ ഈച്ച് ഓഫ് ഇറ്റ്. എന്നിട്ട് അതിന്റെ പ്രോഫിറ്റബിലിറ്റിയും റിസ്ക്കും കൃത്യമായി അനലൈസ് ചെയ്തിട്ടായിരിക്കും ഏതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ദസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ റിസ്ക് റിട്ടേൺ അനാലിസിസ്. റിസ്ക് റിട്ടേൺ അനാലിസിസ്. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രതിഫലം കിട്ടും, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് നഷ്ടം അതിനകത്ത് ഉണ്ട്. ഇതിനെ കൃത്യമായി അവലോകനം ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയുള്ളൂ. നോക്കി, ജനറലി ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഒന്ന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഒരുപാട് കാലഘട്ടത്തിലേക്ക് ഉള്ള ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുക. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ വലിയ ഒരുപാട് കാലഘട്ടത്തിലേക്ക്. മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് എന്നതിന് പേരുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എന്നതിന് പേരുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതിന് പേരുണ്ട്. ഇനിയും മറ്റൊന്നാണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഇൻവോൾവ് ഡിസിഷൻ ടു ഇൻവെസ്റ്റ് മണി ഓൺ കറന്റ് അസറ്റ്. ചെറിയ ചെറിയ കറന്റ് അസറ്റുകളിൽ ക്യാഷായി തന്നെ കൈ സൂക്ഷിക്കണോ, ബാങ്കിൽ നിക്ഷേപിക്കണോ, ആർക്കെങ്കിലും കടം കൊടുക്കണോ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. സച്ച് ഡിസിഷൻസ് ഈസ് നോൺ ആസ് മാനേജ്മെന്റ് ഓൺ ഓഫ് കറന്റ് അസറ്റ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഓർ ലിക്വിഡിറ്റി ഡിസിഷൻ. ഇതെന്താണെന്ന് ഈ രീതിയിലൂടെ ഇതിന് പേര് ഉണ്ട്. ദിസ് ഡിസിഷൻ അഫക്ട് ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ബിസിനസ്. ദൈനംദിന പ്രവർത്തനങ്ങളെ അഫക്ട് ചെയ്യുന്നത് ഈ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനാണ്. നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൃത്യമായി നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുമ്പ് ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ ആണ്. ഒന്ന്, ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രോജക്ട്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി, പണം അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും വരാം. ബിസിനസിനകത്തേക്കും വരാം, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്കും വരാം. എങ്ങനെ ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്നത്? ചില പേയ്മെന്റ്സ് നടത്തുമ്പോൾ. എങ്ങനെയാ ബിസിനസിനകത്തേക്ക് വരുന്നത്? കുറെ റെസിപ്റ്റ്സ് വരുമ്പോൾ. ഇത് നമുക്കിതിലേക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം അസറ്റ്സ് ജനറേറ്റ്സ് ക്യാഷ് ഫ്ലോ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ലോങ് ടേം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ക്യാഷ് ഫ്ലോ ആണ്. കുറെ കാലഘട്ടത്തിലേക്ക് കുറെ പൈസ പുറത്തു പോയി കിടക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടി കുറച്ച് അസറ്റ് മേടിച്ചിട്ടെന്നുള്ളേ ഉള്ളൂ. പൈസ ലിക്വിഡ് ആയിട്ടിരിക്കുന്നത് ക്യാഷ് പുറത്തേക്ക് പോയി. അതാണ് അർത്ഥം. ക്യാഷ് ഫ്ലോ ക്യാൻ ബി ക്യാഷ് ഇൻഫ്ലോ ഓർ ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോയും ആകാം, ക്യാഷ് ഔട്ട്ഫ്ലോ ആകാം. എങ്ങനെ ഇൻഫ്ലോ ആയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ, ഇപ്പം ഒരു വണ്ടി മേടിച്ചിട്ട് ആ വണ്ടി ഓടുമ്പോൾ നമുക്ക് വാടക കിട്ടും. ആ വാടക കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. എന്നാൽ ആ വണ്ടിക്ക് ചില മെയിൻ്റെനൻസ് ഉണ്ടാകും, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് നടക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ അങ്ങോട്ട് പോവുകയും. ദീസ് ക്യാഷ് ഫ്ലോസ് ഷുഡ് ബി കെയർഫുള്ളി അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ബിഫോർ മേക്കിംഗ് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. കൃത്യമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ഇത് എടുത്തിട്ടാൽ ക്യാഷ് ഇൻഫ്ലോ ആണോ കൂടുതൽ, ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ കൂടുതൽ? ഇൻഫ്ലോ ഉണ്ടായാലും മാത്രം പോരാ, ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് അതിന്റെ ഒരു എമൗണ്ട് കുറച്ചെങ്കിലും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഉള്ള ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവണം. ഇത് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നതിൽ ഒന്നാമത്തെ ഫാക്ടറാണ്. രണ്ടാമത്തെ, റേറ്റ് ഓഫ് റിട്ടേൺ. The rate of return is the criteria for selecting a project.
ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? ആ റേറ്റ് ഓഫ് റിട്ടേൺ നോക്കിയിട്ടാണ് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. തത്തുല്യമായ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടത്തില്ലെങ്കിൽ പിന്നെ അവിടെ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? The company compares the return from different investment proposal. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ശതമാനം റിട്ടേൺ കിട്ടും, വേറൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ശതമാനം റിട്ടേൺ, ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത്? വളരെ സിമ്പിൾ ആയിട്ട് കൂട്ടുകാരെന്ന് ആലോചിക്കുക. അതിന് എക്സാമ്പിൾ താഴെ പറയാം. സപ്പോസ് there are 2 alternative proposal. 2 alternative proposal ഉണ്ട്. One with 10% return and the other with 12% return. ഒരെണ്ണത്തിന് 10% റിട്ടേൺ കിട്ടും, മറ്റൊരെണ്ണത്തിന് 12% റിട്ടേൺ കിട്ടും. സ്വാഭാവികമായിട്ടും നമ്മൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ, ക്യാപിറ്റൽ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ അതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കും. ആൻഡ് തേർഡ് വൺ, ദ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഇൻവോൾവ്. ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ. എ നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് ആർ ടു ബി മെയ്ഡ് with respect of amount of investment, interest rate, cash flow, rate of return, etc. while making investment decision. ഇതെല്ലാം ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു. നമ്മൾ നേരത്തെ 2 പറഞ്ഞുള്ളെങ്കിൽ ഇതിനകത്ത് കൂടുതലായിട്ട് പറഞ്ഞേക്കുന്നു. എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതിന്റെ ഇൻട്രസ്റ്റ് എത്ര ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പകരം വെളിയിൽ ചുമ്മാതെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും. ക്യാഷ് ഫ്ലോ, അത് ഇൻഫ്ലോ ആയിരിക്കാം, ഔട്ട്ഫ്ലോ ആയിരിക്കും. റേറ്റ് ഓഫ് റിട്ടേൺ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഇതിന് എത്ര ശതമാനം പലിശ അല്ലെങ്കിൽ റിട്ടേൺ കിട്ടും. അപ്പം ഈ കാര്യങ്ങളെ ഫിനാൻഷ്യൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ആവർത്തിച്ചത് കേൾക്കുക, പുസ്തകം റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാവും. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ടോപ്പിക്കാണെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.